ഈ ജീപ്പ് ആ സിനിമയിൽ അഭിനയിച്ച ജീപ്പിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോയി. അതാണ് ഏറ്റവും എന്റെ ഭാഗ്യം, സന്തോഷം. പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. ഇന്നൊരു സന്തോഷ വാർത്ത, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്ക് പോവാണ്, സുമതി വളവ്. നല്ല അടിപൊളി സിനിമയാണ്. പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളെ കണ്ടില്ല. അതായത് ഇപ്പോൾ ഞങ്ങളുടെ ഈ ജീപ്പ് വന്നിട്ട് അതിൽ അഭിനയിച്ചിട്ട് ഞങ്ങൾ മേടിച്ച ജീപ്പാണിത്. നന്നായി നോക്കിക്കോളൂ, എല്ലാവരുടെയും ഇതിൻ്റെ നന്നായി നോക്കിക്കോളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജീപ്പ് ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടേ ഇല്ല, കാണാൻ പോണതേ ഉള്ളൂ. അതായത് ഇന്ന് ഞങ്ങൾ രാത്രി സെക്കൻഡ് ഷോയിന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ നല്ല തിരക്കാണ്, നമുക്കപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു സെക്കൻഡ് ഷോയിന് പോണത്. അപ്പോൾ ഞാൻ പോയി വന്നിട്ട് അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഫൈസൽ കുട്ടിയും കൂടിയിട്ടാണ് ഞങ്ങൾ പോണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു സന്തോഷം. ഈ ജീപ്പ് നമ്മുടെ സിനിമയിൽ അഭിനയിച്ചതാണ്, സുമതി വളവിൽ അഭിനയിച്ച ജീപ്പായതുകൊണ്ട് നമുക്ക് അതിൽ പോകാമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് വലിയൊരു ഭാഗ്യം തന്നെയല്ലേ, അതിൽ പോയി കാണുക വെച്ച് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് സിനിമ തിയേറ്ററിൽ വെച്ചിട്ട് കാണാം. നടക്കുമോളെ, നമുക്ക് പോവുക. അപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോവുക അല്ലല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന് തിയേറ്ററൊക്കെ എത്തി. സിനിമ വിട്ടിട്ടില്ല, സിനിമ കാണാൻ പോണതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഈ സിനിമയിൽ ഒരു കാര്യം പറഞ്ഞാൽ ഏകദേശം പാലക്കാടൊക്കെ നിറയെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ ഏകദേശം തിയേറ്ററും അടുത്ത് തന്നെയാണ്. അവിടെയാണ് ഞങ്ങളിപ്പോൾ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ തിയേറ്റർ സിനിമ വിട്ട് കഴിഞ്ഞു, ഞങ്ങൾ കയറാൻ പോവുകയാണ്. ഞങ്ങളങ്ങനെ തിയേറ്ററിലെത്തി, സിനിമ കാണാൻ പോണതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നലെ ഞങ്ങൾ സിനിമ തിയേറ്ററിൽ സെക്കൻഡ് ഷോന് പോയി. അടിപൊളിയായിരുന്നു സിനിമ, നന്നായിട്ടുണ്ട്. ഞങ്ങളുടെ ജീപ്പ് കത്തുന്നതായിരുന്നു ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നത്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ആ സീന് തന്നെ കഥയല്ല എങ്കിലും നമ്മൾ കുറച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ജീപ്പ് ഉണ്ട് ആ സിനിമയിൽ. പക്ഷെ നമ്മുടെ ഈ ജീപ്പാണ് വളരെ പ്രധാന റോളുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിലാണ് നമുക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം പറയാം. പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ സിനിമ അവരെടുത്തിരിക്കുന്നത്. തികച്ചും ഒരു ഹൊറർ മൂവിയാണ്. കുറച്ച് പേടികളൊക്കെ നമ്മൾ സെക്കൻഡ് ഷോനൊക്കെ പോകുമ്പോൾ ചെറിയ രീതിയിലൊക്കെ നമുക്ക് പേടിക്കാനുള്ളതൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെ പേടിക്കാനുള്ള ഉണ്ട്. എങ്കിലും നിങ്ങൾ ആരും ആ സിനിമ മിസ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞങ്ങളുടെ ജീപ്പ് അതിൽ വന്നുകൊണ്ട് പറയല്ല, സിനിമ എന്തായാലും തികച്ചും അടിപൊളിയായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പുതിയൊരു അനുഭവം തന്നെ ആ സിനിമ കണ്ടതിന് ശേഷം തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ. കാരണം കേരളത്തിലാണല്ലോ, തിരുവനന്തപുരത്താണല്ലോ സുമതി വളവുള്ളത്. പക്ഷെ അത് നമ്മുടെ പാലക്കാട് ഒരുപാട് ഭാഗങ്ങളിലാണ് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയും ഒന്ന് അഭിമാനിക്കാം അല്ലേ. വേറെന്താ പറയാനുള്ളത്? വേറെ എന്താ പറയാ, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ജീപ്പ് കത്തുന്ന ഒരു സീന് കാണുമ്പോൾ നമ്മൾക്കൊരു ഇത് വിഷമം. അതായത് നമ്മുടെ ജീപ്പാണോ ആ ജീപ്പ് എന്ന് ഞങ്ങൾക്ക് സംശയമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും അവർ അടിപൊളിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീപ്പിൻ്റെ ഒന്നും അവർ ഇളക്കി മാറ്റിയിട്ടില്ല. ഇതേപോലെ തന്നെയാണ് ആ ജീപ്പ് അവർ തന്നിരിക്കുന്നത്. ഇപ്പോൾ കളർ മാത്രം കുറച്ചൊരു വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളൂ, എല്ലാവരും അത് പോയി കാണുക. എല്ലാവരും പോയിട്ട് ആ സിനിമ കണ്ട് വിജയിപ്പിക്കുക, അത്രേ ഉള്ളൂ. അതിൻ്റെ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരൊക്കെ നമുക്ക് നല്ല നല്ല സിനിമകൾ തരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഫാമിലി സഹിതം ആ സിനിമ പോയി കാണുക, അത്രേ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾക്ക് തികച്ചും വളരെ റയറായിട്ട് കിട്ടിയൊരു നമ്മുടെ ഭാഗ്യം കൂടിയാണ്. കാരണം ഈ ജീപ്പ് ആ സിനിമയിൽ അഭിനയിച്ച ജീപ്പിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോയി. അതാണ് ഏറ്റവും എന്റെ ഭാഗ്യം, സന്തോഷം. അപ്പൊ ഇനി വൈൻഡ് അപ്പ് ചെയ്യല്ലേ? അപ്പൊ നമ്മുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ പോയിട്ട് സുമതി വളവ് കാണുക. അടിപൊളി പടമാണ്. കുറച്ചൊക്കെ ഒന്ന് പേടിക്കാനുണ്ട്, നല്ല രസമായിരിക്കും കാണുമ്പോൾ. പിന്നെ തികച്ചും ഞങ്ങൾ തന്നെ ഗ്യാരണ്ടി തരാം, അടിപൊളി പടമെന്ന് പറയാം. അതെ, പക്ഷെ പേടിക്കാനൊന്നും അങ്ങനെയില്ല, ആർക്ക് വേണമെങ്കിലും കാണുകയൊക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ ചെറുതായിട്ട് അതെ. അപ്പൊ നമ്മുടെ അടുത്ത പാടി കിച്ചന്റെ പുതിയ വീഡിയോ കാണുന്നവരെയും എല്ലാവരും ബൈ.